അത്ഭുത നിർമ്മിതികൾ കാണിച്ച് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന രാജ്യമാണ് UAE. പണവും ആശയവും മികച്ച ഭരണകർത്താക്കളും ഉണ്ട് എന്നതാണ് UAEയുടെ നേട്ടം. ബുർജ് ഖലീഫയ്ക്ക് പുറമെ UAEയിലേക്ക് വിദേശികളെ ആകർഷിക്കാൻ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് UAEയുടെ പുതിയ പദ്ധതി. അവർ ലക്ഷ്യമിടുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ലോകത്തെ പ്രധാന വിപണിയാണ് ഇന്ത്യ. ഇന്ത്യയുമായുള്ള സഹകരണവും സൗഹൃദവും നേട്ടമാകുമെന്ന് എല്ലാ GCC രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്ക് കടലിലൂടെ റെയിൽ പാതയൊരുക്കാൻ UAE ആലോചിക്കുന്നത്. ദുബായിൽ നിന്ന് മുംബൈയിലേക്കായിരിക്കും പാത നിർമ്മിക്കുക. നാഷണൽ അഡ്വൈസർ ബ്യൂറോ ലിമിറ്റഡിലെ ചീഫ് കൺസൾട്ടന്റ് അബ്ദുള്ള അൽ ഷേഹി പദ്ധതി സംബന്ധിച്ച് വിശദീകരിച്ചുവെന്നാണ് ഖലീജ് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത്. UAEക്കും ഇന്ത്യക്കും മാത്രമാകില്ല ഈ പദ്ധതിയുടെ നേട്ടമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പാത കടന്നുപോകുന്ന മേഖലയിലെ മറ്റു രാജ്യങ്ങളിലുള്ളവർക്കും നേട്ടമാകുമെന്ന് അൽ ഷെയ്ഹി സൂചിപ്പിച്ചു. ഹൈസ്പീഡ് റെയിൽ ശൃംഖല നിർമ്മിക്കണമെന്നതാണ് പദ്ധതിയുടെ വിപുലമായ ഘട്ടം. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതാകും പദ്ധതി. ഇന്ത്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനും നർമ്മദയിൽ നിന്ന് അധികമുള്ള വെള്ളം UAEയിലേക്ക് അയക്കാനും ഈ റെയിൽപാത വഴി സാധിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാധ്യതാ പഠനം നടക്കേണ്ടതുണ്ട്. തുടർ പഠനങ്ങളും പരിശോധനയും ആവശ്യമാണ്. ഇതിനെല്ലാം പുറമെ കോടികളുടെ ഫണ്ടും വേണം. ഇരു രാജ്യങ്ങൾക്ക് പുറമെ പാത കടന്നുപോകുന്ന മറ്റു രാജ്യങ്ങളുടെ സഹകരണവും ആവശ്യമാണ്. പാത യാഥാർത്ഥ്യമായാൽ 2000 കിലോമീറ്റർ ദൂരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അൽ ഷെയ്ഹി പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് ഇന്ത്യയെയും UAEയും ബന്ധിപ്പിച്ച് യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴിയുടെ ചർച്ചയും സജീവമാണ്. ഇന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്കും ശേഷം യൂറോപ്പിലേക്കുമാണ് പാത. UAE വരെ കടൽ മാർഗവും ശേഷം ഇസ്രായേലിലേക്ക് റെയിൽ മാർഗവും വീണ്ടും യൂറോപ്പിലേക്ക് കടൽ മാർഗവുമാണ് ആലോചനയിൽ. 2023 G20 രാജ്യങ്ങളുടെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ നടന്ന വേളയിലാണ് ഇന്ത്യ പശ്ചിമേഷ്യ സാമ്പത്തിക ഇടനാഴിയുടെ പ്രഖ്യാപനമുണ്ടായത്. ഇന്ത്യക്കും UAEക്കും പുറമെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, സൗദി അറേബ്യ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നിവയുടെ പ്രതിനിധികളും ഉച്ചകോടിയിലെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു. ചൈനയും പാകിസ്ഥാനും ചേർന്ന് നിർമ്മിക്കുന്ന പാതയ്ക്ക് ബദൽ കൂടിയാകും ഇത്. ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കരമാർഗവും ശേഷം കടൽ മാർഗവുമാണ് ചൈന യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ചരക്കുപാത ഒരുക്കുന്നത്. അമേരിക്കയും ഇന്ത്യയും ഈ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ പശ്ചിമേഷ്യ പാത കൊണ്ട് പ്രത്യക്ഷ ഗുണമില്ലാത്ത അമേരിക്ക പദ്ധതിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് ചൈനീസ് പാതയ്ക്ക് ബദൽ ആണ് എന്നതിനാലാണ്.